നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല എന്ന എവിടെയോ കണ്ടൊരു ഫീല്. ഈ ഡേജാവു പറഞ്ഞ ശരിക്കും ഒരു ന്യൂറോളജിക്കൽ അസുഖമാണോ? ഡിജാവ് ഫിനോമിനൻ, അതായത് നമ്മൾ മുമ്പ് കാണാത്ത ആളുകളെ കണ്ടു എന്ന് തോന്നുക, അല്ലെങ്കിൽ കാണാത്ത സ്ഥലം കണ്ടു എന്ന് തോന്നുക, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്ത പോലെ തോന്നുക. അതായത് നമ്മൾ ഈ റൈഡിൽ കയറി അല്ലെങ്കിൽ ഇതിലൂടെ പോയി ഈ സ്ഥലത്ത് പോയി എന്നുള്ള തോന്നൽ. ഇത് പലപ്പോഴും അത് പലപ്പോഴും ഒരു എപ്പിലെപ്റ്റിക് ഫിനോമിന, ഒരു അപസ്മാര രോഗമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സ് എന്ന് പറയും. അതായത് ഒരു അപസ്മാര രോഗത്തിൻ്റെ ഒരു പാർട്ടാണ് ഡിജാവ്. വളരെ അപൂർവമായിട്ട് ഒരു സൈക്യാട്രിക് അസുഖമായിട്ട് ഇത് വരാം, ഒരു മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ടും വരാം. പലപ്പോഴും ഇങ്ങനെയുള്ള രോഗികൾ നമ്മൾ സാധാരണയായി കാണുന്നതാണ്. അവർക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകുമ്പോഴേ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ്, അത് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ സ്ഥിരം വീട്ടിൽ വരുന്നതാണ്, നമ്മളവരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് വന്നിട്ടേ ഇല്ല എന്ന് തോന്നുക. ഇങ്ങനെ പലതരത്തിലുള്ള ഡിജാവ് എൻറ്റൻഡോ, ഡിജാവ് എക്കോ എന്ന പല പേരിലും അറിയപ്പെടുന്നുണ്ട്. നമുക്കത് നമ്മൾ കാണാത്ത പോലെ, അല്ലെങ്കിൽ സ്ഥിരം കണ്ട ആളുകളെ അറിയാത്ത പോലെ, അല്ലെങ്കിൽ ഒരു അനുഭവം വന്നതുപോലെ അനുഭവം വരാത്ത പോലെ, ഇങ്ങനെ പലതരത്തിലും വരാം. സാധാരണഗതിയിൽ ഇത് അപസ്മാര രോഗമായിട്ട് ബന്ധപ്പെട്ടാണ്. അപൂർവമായിട്ട് ചില മാനസിക രോഗമായിട്ട് ഇത് വരാം. അപ്പോൾ ഈ ഡിജാവു വരുന്ന ശരിക്കും പേടിക്കേണ്ട കാര്യമാണോ അല്ലയോ? ഡിജാവോ അതൊരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ഉടനെ അവരുടെ ഒരു സ്കാൻ എടുക്കണം, ഒരു MRI എടുക്കണം, അതുപോലത്തെ ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കണം. ഇങ്ങനത്തെ റീക്കറൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ, ഒരിക്കൽ വരികയാണെങ്കിൽ പോലും. കാരണം മുമ്പ് ഒരാൾ എന്നെ കാണാൻ വന്നിട്ട്, ഒരു ഡോക്ടർ ഹസ്ബൻഡ്, അയാളുടെ ഒറ്റ സിംറ്റം ഉണ്ടായിരുന്നുള്ളൂ. അയാളിങ്ങനെ ഇരിക്കുമ്പോൾ പാട്ട് കേൾക്കും, ചെവിയിലിങ്ങനെ നല്ല മ്യൂസിക്, ഇങ്ങനെ ടോൺ ഇങ്ങനെ കേൾക്കും. പരിശോധനയിൽ ഒരു കുഴപ്പമില്ല, നോർമൽ ആൾ, വളരെ ഹെൽത്തി ഹാൻഡ്സം യങ് മാൻ. നോക്കുമ്പോൾ അയാൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ടെമ്പറൽ ലോബിലൊരു ട്യൂമറായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ലക്ഷണങ്ങളൊക്കെ വരികയാണെങ്കിൽ മനസ്സിലാക്കാതെ ബ്രെയിനിലെ പ്രത്യേക പാർട്ടിലെ കുഴപ്പമാണ് എന്ന് മനസ്സിലാക്കണം. ഉദാഹരണം, ടെമ്പറൽ ലോബിൽ ഇവിടെയുള്ള ഒരു പ്രത്യേക ലോബുണ്ട്, നമ്മുടെ ഓർമ്മയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹിപ്പോ ക്യാമ്പസ്, അമിഗ്ഡല എന്നുള്ള ചില പാർട്ടുണ്ട്. അതിൽ വരുന്ന കുഴപ്പങ്ങൾ ഇതേപോലുള്ള സംഭവമായിട്ട് വരും.